ഗാന്ധിയുടെ ചിന്തയുടെ ഉള്ളടക്കം ആത്മനിഷ്ഠമായിട്ട് മുതലാളിത്ത വിരുദ്ധവും സാമ്രാജ്യ വിരുദ്ധവുമാണ്. പക്ഷേ അതുകൊണ്ട് സാമ്രാജ്യ വിരുദ്ധത, മുതലാളിത്ത വിരുദ്ധത എന്നുള്ളത് ഗാന്ധിയിൽ നിലീനമായിട്ടുണ്ട്. പക്ഷെ മുതലാളിത്തത്തെ ഘടനാപരമായി തിരിച്ചറിഞ്ഞ് ആ ഘടനയുടെ ഉള്ളിൽ കടന്ന് അതിനെ അഴിച്ചു നോക്കാനായിട്ട് ഗാന്ധിജിക്ക് പറ്റിയിട്ടില്ല. ഈ ഒരു വൈരുദ്ധ്യം ഗാന്ധിയിലുണ്ട്. ഇപ്പൊ നോക്കൂ, മുതലാളിയുടെ സ്വത്ത് എന്തിനുള്ളതാണ്? മുതലാളിയുടെ സ്വത്ത് മുതലാളിക്ക് ഉപയോഗിക്കാനുള്ളതല്ല, മറിച്ച് മുതലാളി അതിൻ്റെ ട്രസ്റ്റിയാണെന്നാണ് ഗാന്ധി കരുതുന്നത്. അത് സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. സ്വകാര്യ സ്വത്ത് ഇല്ലാതാകണമെന്ന സോഷ്യലിസ്റ്റ് പൊസിഷൻ ഗാന്ധിക്കില്ല. ആ നിലയിൽ ഗാന്ധിജി ബൂർഷ്വാ എന്ന് വിളിക്കാവുന്ന ഒരു ഫ്രെയിംവർക്കിനുള്ളിലാണെന്ന് പറയാം. കാരണം സ്വകാര്യ സ്വത്തിനെ നിഷേധിക്കാത്ത, സ്വകാര്യ സ്വത്ത് ഇല്ലാതാകണമെന്ന് വാദിക്കാത്ത ഒരാളാണ് ഗാന്ധിജി എന്ന നിലയിൽ ഗാന്ധിയുടെ നിലപാട് ബൂർഷ്വാ നിലപാടാണ് എന്ന് വാദിക്കാവുന്നതാണ് ടെക്നിക്കലായി. പക്ഷെ അതേസമയം തന്നെ ഈ മുതലാളിയുടെ സ്വത്ത് മുതലാളിയുടെ സ്വകാര്യ ഉടമാവകാശമല്ല, അത് പൊതുസമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാൻ അയാൾ ബാധ്യതപ്പെട്ട ഒന്നാണ് എന്നിടത്ത് ഗാന്ധി എത്തുകയും ചെയ്യുന്നുണ്ട്. ഗാന്ധിയെ ബൂർഷ്വാ എന്ന് വിളിക്കണമെന്നുള്ള കാര്യത്തിൽ ഇർഫാൻ രസമുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇർഫാൻ ഹബീബ് പറയുന്നത്, ഈ മാർക്സ് ബൂർഷ്വാ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് സവിശേഷമായ രീതിയിലാണ്. തനിക്ക് ബഹുമാനമുള്ള ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ, ആഡം സ്മിത്തിനെയോ റിക്കാർഡോയോ ഒക്കെ കുറിച്ച് പറയുമ്പോൾ മാർക്സ് ഉപയോഗിക്കുക ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് എന്നാണ്. മറിച്ച് തനിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെയാണെങ്കിൽ ബൂർഷ്വാ എക്കണോമിസ്റ്റ് എന്ന് തന്നെ പറയും. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു ഡെറോഗേറ്ററി സെൻസ് ഈ ബൂർഷ്വാ എന്നുള്ള വാക്കിൽ ചിലപ്പോഴൊക്കെ മാർക്സ് ഉപയോഗിക്കുന്നുണ്ട്. ആ വാക്കിന് സ്വയമേവ അങ്ങനെ ഒരു മൂല്യം ഉണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയണത്. മറിച്ച് അങ്ങനെ ഒരു പ്രയോഗം ഈ മാർക്സിലുണ്ട്. അതുകൂടി പരിഗണിച്ചിട്ട് വേണം നിങ്ങൾ ഗാന്ധിയെ ബൂർഷ്വാ എന്ന് വിളിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. പക്ഷെ ഒരു ക്ലാസിക്കൽ അനാലിസിസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മൂലധന കേന്ദ്രീകരണവും സ്വകാര്യ സ്വത്തുടമസ്ഥതയും നിരോധിക്കാത്തിടത്തോളം ഒരാളെ നിങ്ങൾക്ക് ബൂർഷ്വാ എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ അത് ഗാന്ധിയിലുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ബൂർഷ്വാ എന്നതിനെ കേവലമായ സ്വത്തുടമസ്ഥത മാത്രമായിട്ടാണോ കാണേണ്ടത് എന്ന വലിയ ചോദ്യം അദ്ദേഹം മറുഭാഗത്ത് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ സാമ്രാജ്യത്വത്തെയും അതുപോലെ തന്നെ മുതലാളിത്തത്തെയും, ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ വിരുദ്ധ പോരാളി എന്ന് സംശയമില്ലാതെ വിളിക്കാവുന്ന ഒരാളാണ് ഗാന്ധിജി. അഖിൽ ബിൽഗ്രാമി പറയുന്നുണ്ട്, ആന്റി ഇമ്പീരിയലിസ്റ്റ് ക്യാമ്പയിനർ എന്നുള്ള മാത്രമല്ല, ആന്റി ഇമ്പീരിയലിസ്റ്റ് തിങ്കർ എന്ന നിലയിലും ഗാന്ധിജിയെ കാണണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഗാന്ധിയുടെ നിലപാടുകളിൽ വരുന്ന ഈ പരിവർത്തനം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 1915 കാലത്ത് ബ്രിട്ടൻ ജയിക്കണം എന്ന് കരുതുകയും, അതിപ്പോൾ ഗാന്ധി മാത്രമല്ല, നമ്മുടെ നാരായണഗുരു അങ്ങനെ അക്കാലത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഇംഗ്ലീഷുകാർ ജയിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒരു ഗുരുവിനെ നമുക്ക് കാണാം. ഒന്നാം ലോക യുദ്ധകാലത്ത് അത് തന്നെയാണ് ഗാന്ധിയുടെ നിലപാട്. അവിടെ നിന്ന് രണ്ടാം ലോക യുദ്ധകാലത്താവുമ്പോൾ ബ്രിട്ടനെ പരാജയപ്പെടുത്താം എന്ന് കരുതുന്ന ഒരു ഗാന്ധിയിലേക്ക് എത്തുന്നു. അതൊരു നാഷണൽ ഇഷ്യൂ ആണ്. ഗാന്ധി ആ കണ്ടതാണോ അതിൻ്റെ ആത്യന്തികമായ അർത്ഥം എന്ന സംശയം ചോദിക്കാവുന്നതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ സന്ദർഭത്തെ മുൻനിർത്തി. ഇതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഗാന്ധിജി സ്ത്രീകളുടെ സ്വാഭാവിക സ്ഥാനം വീടുകളാണ് എന്ന് കരുതുകയും ഗാർഹികതയുടെ നടത്തിപ്പുകാരാണ് സ്ത്രീകൾ എന്ന് കരുതുകയും ചെയ്തിരുന്ന ഒരു ഗാന്ധിയെ നമുക്ക് കാണാം. 45-46 കാലത്ത് ഒരു പത്രപ്രവർത്തകനുമായി നടത്തുന്ന അഭിമുഖത്തില് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് പട്ടാളക്കാരാകാൻ കഴിയുമോ? സംശയം ഏതുമില്ലാതെ ഗാന്ധി പറയുന്നത് ഉറപ്പായിട്ടും കഴിയുമെന്നാണ്. സ്ത്രീകൾക്ക് പട്ടാളക്കാരാകാൻ കഴിയും, അവർക്ക് പുരുഷന്മാർ ചെയ്യുന്ന ഏത് ജോലിയും ചെയ്യാൻ കഴിയും, പുരുഷന്മാരെക്കാൾ നല്ല ജനറൽമാരാകാനായിട്ട് സ്ത്രീകൾക്ക് കഴിയും എന്ന് 45 ആവുമ്പോഴേക്കും ഗാന്ധി കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗാന്ധിയെ അങ്ങനെ കണ്ടാൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വിചാര ജീവിതത്തിലുണ്ടായ വലിയ മാറ്റങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഗാന്ധിജി ആധുനികതയോട് പുലർത്തിയ, ഞാൻ ഈ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വളർച്ചയുടെ ഘട്ടത്തിലും ജീവിത മൂല്യങ്ങളുടെ സ്വാംശീകരണത്തിന്റെ ഘട്ടത്തിലും ഗാന്ധിജി ഒരു ആധുനികതയോടെ ചേർന്നും അതിനോട് ഇടഞ്ഞും നിലകൊള്ളുന്ന ഒരു പാരഡോക്സ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇടച്ചിലിനെ മാത്രമല്ല കാണേണ്ടത്. ഗാന്ധിയുടെ പദാവലികളിലെ ആധുനികതാ വിരുദ്ധതയെ ഗാന്ധിയുടെ മൂല്യവ്യവസ്ഥയിലെ ആധുനികതാ വിരുദ്ധതയായി കണ്ടുകൂടാം. അസമത്വം എന്നത് സഹജമായിരുന്ന ആധുനിക പൂർവ്വ വ്യവസ്ഥയിൽ നിന്ന് സമത്വം എന്ന ആധുനിക വ്യവസ്ഥയിലേക്ക് ഗാന്ധി എത്തുന്നു. രാജവാഴ്ചയുടെ പൂർവ്വ പാരമ്പര്യത്തിൽ നിന്ന് ജനാധിപത്യത്തിന്റെ ആധുനിക മൂല്യവ്യവസ്ഥയിലേക്ക് വരുന്നു. മതാധിഷ്ഠിതമായ ജീവിതബോധത്തിൽ നിന്ന് മതനിരപേക്ഷത എന്ന മൂല്യത്തിലേക്ക് വരുന്നു. വ്യവസ്ഥാനുസൃതം എന്നതിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന മൂല്യത്തിലേക്ക് വരുന്നു.
അതുകൊണ്ട് ആധുനികതയുടെ മൂല്യങ്ങളെ മുൻനിർത്തി നിങ്ങൾ ഗാന്ധിജിയിലേക്ക് നോക്കിയാൽ അദ്ദേഹത്തിൽ ആധുനികതയുടെ മൂല്യവ്യവസ്ഥ ആഴത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റും. അതേസമയം തന്നെ ആധുനികതയോട് അദ്ദേഹത്തിന് ചില വൈരുദ്ധ്യങ്ങളുണ്ട്. വലിയ ചില വിപരീതങ്ങൾ ആധുനികതയുമായി ഗാന്ധി വച്ചു പുലർത്തുന്നുണ്ട്. ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിച്ചിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കുറച്ചുകൂടി വരാം. അപ്പൊ ഗാന്ധിജിയെ കുറിച്ച് സമീപകാലത്ത് 3 മനോഹരങ്ങളായ പുസ്തകങ്ങൾ ഞാൻ കാണാനിടയായി. അത് ഗാന്ധിജിയും കലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. വാസ്തവത്തിൽ യാതൊരു ബന്ധവും ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. കാരണം മൂപ്പർക്ക് ഈ കലയെ ഇഷ്ടമായിരുന്നില്ല എന്നാണ് പൊതുവെ ഒരു കാഴ്ചപ്പാട്. ശാന്തിനികേതനിലൊക്കെ പോയി കഴിഞ്ഞിട്ട് മൂപ്പര് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആള് ഗാന്ധിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ശാന്തിനികേതൻ, ടാഗോറിന്റെ വിശ്വഭാരതിയൊക്കെ എങ്ങനെയുണ്ട്? അപ്പൊ ഗാന്ധി പറഞ്ഞ മറുപടി, ദർ ഈസ് ടു മച്ച് ഓഫ് മ്യൂസിക് എന്നാണ്. അവിടെ പാട്ട് വളരെ കൂടുതലാണ്, ഈ പാട്ടൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം എന്ന് മൂപ്പർക്ക് ഒരു തോന്നലുണ്ടായിരുന്നു. പാട്ട് പുള്ളി കേട്ടിട്ടൊക്കെ ഉണ്ട്, വൈഷ്ണവ ജനത ഇഷ്ടമാണ്, MS സുബ്ബലക്ഷ്മിയോട് ഭജൻ പാടാൻ പറയുന്നുണ്ട്, പിന്നെ ധ്രുപതൊക്കെ കേട്ടതായിട്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ കാണാം. എങ്കിലും പൊതുവിൽ അദ്ദേഹം കലയുടെ ലോകത്തോട് അങ്ങനെ വലിയ ആഭിമുഖ്യമൊന്നും കാണിച്ചിട്ടില്ല. EM ഫോസ്റ്റർ അതേക്കുറിച്ച് പറയുന്നുണ്ട്, സ്വയം ഒരു കലാകാരനായിരുന്നില്ലെങ്കിലും ഗാന്ധിജി കലയോടൊപ്പമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് മനോഹരമായൊരു വാക്യമാണ്. അതെങ്ങനെയാണ് കലയോടൊപ്പാകുന്നത്? അത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. കാരണം ഏറ്റവും ഉന്നതമായ കലയുടെ ലക്ഷ്യം നീതിയാണ്. നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് അപരാനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു അനുഭവ സ്ഥാനമാണ് കല എന്ന നിലയ്ക്ക് മനസ്സിലാക്കിയാൽ കലയുടെ അന്തിമ വാഗ്ദാനം നീതിയാണ് എന്ന് കാണാം. ഈ കലയുടെ അന്തിമ വാഗ്ദാനമായ നീതിയിലേക്ക് രാഷ്ട്രീയത്തിലൂടെ ചെന്നെത്തുകയാണ് ഗാന്ധിജി ചെയ്യുന്നത് എന്നും കാണാം. കാരണം ഗാന്ധിയുടെ കൺസേൺ എപ്പോഴും അപരാനുഭവങ്ങളുടെ ഒരു ലോകമായിരുന്നു. അങ്ങനെയാണ് ഗാന്ധി ഒരു കലയോടൊപ്പമായിരുന്നു എന്ന് ഫോസ്റ്റർ പറയുന്നതിനെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സമീപകാലത്ത് വന്ന 3 പുസ്തകങ്ങൾ, ഒന്ന് വിജയ രാമസ്വാമി എന്ന് പറയുന്ന ഒരു സുമതി രാമസ്വാമി, അവരുടെ പുസ്തകം ഗാന്ധി ഇൻ ദ ഗാലറി. കഴിഞ്ഞ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനിടയിൽ ഗാന്ധിയെ കുറിച്ചുണ്ടായിട്ടുള്ള ശില്പങ്ങളുടെയും ചിത്രങ്ങളുടെയും ഉള്ളടക്കം വിശാദമായി ചർച്ച ചെയ്യുന്ന പുസ്തകമാണ്. 2019 ഗാന്ധി ഇൻ ദ ഗാലറി, സുമതി രാമസ്വാമിയുടെ ഗ്രന്ഥം. മറ്റൊന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഗീത ചരിത്രകാരിയായിട്ടുള്ള ലക്ഷ്മി സുബ്രഹ്മണ്യന്റെ മറ്റൊരു പുസ്തകമാണ് സിംഗിങ് ഗാന്ധീസ് ഇന്ത്യ, ഗാന്ധിയുടെ ഇന്ത്യയെ പാടുമ്പോൾ എന്ന ഗാന്ധിജിയും സംഗീതവും തമ്മിലുള്ള വിനിമയങ്ങളെ കുറിച്ചുള്ള പുസ്തകം. ഏറ്റവും ഒടുവിൽ ഒരു മാസം മുമ്പ് പുറത്തു വന്ന മനോഹരമായ ഒരു പുസ്തകം ഗാന്ധി ഓഫ് സെല്ലുലോയിഡ്, തിരശ്ശീലയിലെ ഗാന്ധി. ഇന്ത്യൻ സിനിമ ഗാന്ധിയെ എങ്ങനെ കണ്ടു? വേണമെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഗാന്ധിജി ജീവിതകാലത്ത് ഒരേ ഒരു ഇന്ത്യൻ സിനിമയാണ് കണ്ടത്. 1934 40കളുടെ തുടക്കത്തിലോ രാമരാജ്യം എന്നു പേരായി രാമായണത്തെക്കുറിച്ചുള്ള ഒരു സിനിമയാണ് അത്ര ഗാന്ധി ആകെ കണ്ടത്. ഗാന്ധി സിനിമ ഒരു തിന്മയാണ് എന്നാണ് പൊതുവെ കരുതിയിരുന്നത്. പക്ഷെ മൂപ്പരെ കുറിച്ച് തന്നെ 100-ലധികം സിനിമ ഉണ്ടായി എന്ന് മാത്രമല്ല, അതിൽ ആ പുസ്തകത്തിൽ വളരെ കൗതുകമുള്ള ഒരു വിവരമുണ്ട്. അമേരിക്കയിലെ ഒരു തിയേറ്റർ ശൃംഖലയുടെ ഉടമ കേസിൽപ്പെട്ട് സ്വത്ത് മുഴുവൻ നഷ്ടമായി പോകും എന്ന് വന്ന സമയത്ത് തന്റെ സ്വത്തുക്കൾ ആയ ഈ തിയേറ്റർ ശൃംഖല മുഴുവൻ ഗാന്ധിയുടെ പേരിൽ മൂപ്പര് എഴുതി വെച്ചു. അപ്പൊ കേസ് കൊടുക്കണം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കണം. ഗാന്ധി ഇത് അറിഞ്ഞില്ലേന്ന് അറിഞ്ഞുകൂടാ. പ്രകാശ് മഗ്ദം എന്ന് പറയുന്ന ആളാണ് ഈ പുസ്തകം എഴുതിയേക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, സ്വയം ജീവിതകാലത്ത് സിനിമയ്ക്ക് എതിരായി നിലനിന്ന ഒരാളുടെ പേരിൽ ഒരു തിയേറ്റർ ശൃംഖല അപ്പാടെ വരുന്നു എന്ന വിചിത്രമായ സ്ഥിതി ഗാന്ധിയുടെ ജീവിതത്തിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു വന്നത് ഗാന്ധി ഒരു പാരഡോക്സ് ആണ് എന്ന് പറയുകയാണ്. സ്വയമേവ കലയോട് ഒരു വിമുഖത കാണിക്കുക, പക്ഷെ 20-ാം നൂറ്റാണ്ടിന്റെ കലാജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീന ശക്തിയായിരിക്കുക. സ്വയമേവ തീവണ്ടിക്കെതിരായിരുന്നു ഗാന്ധി. ആ തീവണ്ടിയെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ആള് ഗാന്ധിയാണ്. തീവണ്ടിയിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചു എന്ന് മാത്രമല്ല, സഞ്ചരിച്ച സ്ഥലത്തൊക്കെ ആളെ കൂട്ടി. ഗാന്ധി ഒരു തീവണ്ടിയിൽ ഒരു സ്റ്റേഷനിൽ ചെല്ലുന്നു എന്നുള്ളതിന്റെ അർത്ഥം ഗാന്ധി വരുന്നു എന്നല്ല, 100,000 ആൾ അവിടെ കൂടുന്നു എന്നാണ്. നിങ്ങൾ റിച്ചാർഡ് അറ്റൻബറോന്റെ ഗാന്ധി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ആദ്യ രംഗം ഇങ്ങനെയാണ്. ഒരു മതിലിന്റെ മുകളിൽ കയറി ഇന്ന് ഒരു ബ്രിട്ടീഷ് ഓഫീസർ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ 100,000 ആൾ തിങ്ങിക്കൂടിയിരിക്കുന്നു. അപ്പോ അയാൾക്ക് മനസ്സിലാവുന്നില്ല, വാട്ട് ദ ഹെൽ ഈസ് ഗോയിങ് ഓൺ എന്ന് ചോദിക്കുന്നു. അപ്പൊ പറയുന്നു, ഹി ഈസ് കമ്മിങ്, ഇയാൾ വരുന്നുണ്ട്.